വെൽക്കം ബാക്ക് ടു ബ്രൈറ്റ് ഡിസൈൻസ്. ഇന്ന് നമുക്ക് ക്രോസ് പീസസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോസ് പീസസ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ക്രോസ് ആയിട്ടാണ് നമ്മൾ ക്രോസ് പീസസ് കട്ട് ചെയ്തെടുക്കുന്നത്. ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് നെക്കിൻ്റെ ഏത് ഷേപ്പിലേക്കും വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. സാരി ബ്ലൗസിൻ്റെയൊക്കെ ഫ്രണ്ടും ബാക്കും നെക്കുകളും നമുക്ക് ഒരുമിച്ച് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഈ ക്ലോത്തിൽ ചരിച്ചിട്ടാണ് സ്കെയിൽ വെച്ചിരിക്കുന്നത്, അതായത് ക്രോസ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഏറ്റവും കുറവ് 1 ഇഞ്ച് വീതിക്കാണ് നമ്മൾ ക്രോസ് പീസസ് കട്ട് ചെയ്യുന്നത്. 1.5 ഇഞ്ച് മുതൽ 2 ഇഞ്ച് വീതി വരെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന സ്കെയിലിന് 1 ഇഞ്ച് വീതിയാണുള്ളത്. അപ്പോൾ ഞാൻ ആ വീതിക്കാണ് ഇതുപോലെ ഡ്രോ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അടുപ്പിച്ചാണ് വരച്ചിരിക്കുന്നത്. നമുക്ക് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. ഇനി നമ്മൾ ഈ വരച്ചിരിക്കുന്ന അത്രയും ലെങ്ത്തിൽ ഇത് ഓരോന്നും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഈ പീസ് ഇങ്ങനെ ഒരു വലിയുന്ന രീതിയിലാണ് കിട്ടുന്നത്. ഈ പീസ് ഇങ്ങനെ നേരെ സെൻറ്ററിൽ കൂടി മടക്കി എടുത്തിട്ട് ഇങ്ങനെ വേണമെങ്കിലും വെച്ച് നമുക്ക് നെക്കിൽ സ്റ്റിച്ച് ചെയ്യാം. ഇനി അതല്ല ഒറ്റ ലെയറായിട്ട് വേണമെങ്കിൽ അങ്ങനെയും സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ ഓരോ പീസസും കട്ട് ചെയ്തെടുത്തിട്ട് അത് ജോയിൻ ചെയ്ത് എടുത്ത ശേഷമാണ് നമ്മൾ നെക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.